ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം. ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ്. മൂൺ കാർഡാണ്. അപ്പോൾ ഇന്നലെ ന്യൂ മൂണായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ന്യൂ മൂണെന്ന് പറയുന്ന കാർഡുമാണ്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു സമയവും മൂണിൻ്റെ ഒരു ന്യൂ മൂണിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇമോഷൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇമോഷൻ ബാലൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ മൂണിൻ്റെ ആ ഒരു ഫുൾ മൂൺ ന്യൂ മൂൺ ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സിന് ആവശ്യമില്ലാതെ അസ്വസ്ഥതകളുണ്ടാകും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു 2 ദിവസം മുന്നേ അത് തുടങ്ങും, ചില ആൾക്കാർക്ക് ഒരു ദിവസം മുന്നേ തുടങ്ങും, ചില ആൾക്കാർക്ക് ആ സമയം ഒരു ഇല്യൂഷൻ തോന്നും. നമുക്ക് എന്താണ് സംഭവിക്കണമെന്ന് അറിഞ്ഞുകൂടല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. വെറുതെ ഒരു മായയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. പൊതുവെ അങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് വർദ്ധിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ കൂടുതൽ ഒരു ഇൻഡ്യൂട്ടീവ് ആകുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയം അത് വിപുലീകരിക്കുന്നു, അതിന് ഒരു കൂടുതൽ വ്യാപ്തി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് കൂടുതൽ കണക്റ്റഡ് ആകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം ഇന്ന് അങ്ങനത്തെ എന്തോ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ, ഒരു മറ്റുള്ളവർ നിങ്ങളോട് ഒളിച്ചു വെച്ച കാര്യമോ നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് റിവീൽ ചെയ്ത് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം പോലും ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നേർച്ച നേർന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്തതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് വാട്ടറാണ്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശരിക്കും ഒരു ഇമോഷണൽ ബാലൻസിങ് വേണം എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് ചില ആൾക്കാർ റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ എന്തെങ്കിലും ഒരു ഡൗൺ ആയിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. അതിൽ നിങ്ങളെക്കാളേറെ പ്രാധാന്യവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഈ സംഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടെന്നൊന്നുമല്ല, സ്നേഹിക്കേണ്ടെന്നല്ല. പക്ഷെ അത് നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളോട് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്തിട്ട് വേണം നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാർമണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ സഫർ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഹാർമണി ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റാരും നിങ്ങൾ അർഹിക്കുന്ന മൂല്യം തരാനും പോണില്ല. കാരണം നിങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്, നിങ്ങൾ സ്നേഹിക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാർക്കും അങ്ങനെ ചെയ്യാൻ തോന്നില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് അത് വേണ്ട ഒരു കാര്യമാണ്. റിന്യൂവലാണ്. അതിൽ എന്തോ ഒരു കാര്യം ഇന്ന് അനൗൺസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് ഒരു റീബർത്ത് പോലെയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ
ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തോ ഒരു കാര്യം വീണ്ടും അത് റിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വീണ്ടും വന്ന് അത് കൂടുതൽ നിങ്ങൾ വീണ്ടും ഒരു കൂടുതലായിട്ട് അടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിതുവരെയും ചിലപ്പോൾ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒരു സെൽഫ് ടോക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരവ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെൽഫ് ടോക്ക് ചെയ്യണം എന്നാണ് കാണുന്നത്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിന്നൊന്ന് വിട്ട് നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാരുടെ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒന്ന് മാറി നിൽക്കാം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോടും അഭിപ്രായം പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് എപ്പോഴും അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അവരവരുടെ കാര്യം അവരവർ നോക്കിക്കോട്ടെ. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അവർ ചിലപ്പം നിങ്ങൾ പറയുന്ന കാര്യം അതേപോലെ എടുക്കണം എന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അത് എതിരായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയം തീരുമാനിക്കുന്നുണ്ട് ഒന്ന് മാറി നിൽക്കാം. അവരവരവരുടെ കാര്യം നോക്കിക്കോട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ഏസ് ഓഫ് ഫയറാണ്. ഒരു പുതിയ തുടക്കമാണ്. ഇന്നൊരു ജോബ് ഓഫർ വരുന്നൊരു എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നതുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണും. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാലം ഒരുപാട് ആഗ്രഹമുണ്ട്, ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം നിങ്ങൾ ചെയ്യാതിരുന്നെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് നിങ്ങളുടെ ലൈഫ് ഫുൾഫിൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു സഫലീകരിക്കണം എന്നൊരു തോന്നൽ വരുന്ന ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളിൽ നിന്നുള്ളൊരു പ്രതിഫലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം, എങ്ങനെയാണ് കുറച്ച് ക്യാഷ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം നിങ്ങളുടെ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളൊരു പ്രചോദനമൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ പുതിയൊരു പ്രോജക്റ്റൊക്കെ തുടങ്ങുന്ന ഒരു എനർജി, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എന്തായാലും പൈസയ്ക്കുള്ള ഒരു മണി എനർജി ഇന്ന് നിങ്ങൾ ഹൈ ആയിരിക്കും. നിങ്ങൾ ഒന്ന് പൈസ അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. വൈസ് കൗൺസിലറാണ് നിങ്ങൾ. ഇന്നത്തെ ദിവസം ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു പ്രീതി നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക്, ഇപ്പം എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് അത് ഉപയോഗം വന്നു എന്നൊക്കെ നിങ്ങൾ അറിയിക്കും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതിന്നൊക്കെ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്ന സമയം തന്നെ നിങ്ങൾ അതിലേക്ക് വീണ്ടും തിരിച്ച് വിടുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെന്നാണ്. അതാരെങ്കിലും ഇന്ന് നിങ്ങളോട് പറയുമായിരിക്കാം, നിങ്ങളുടെ ഒരു അഡ്വൈസ് എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടു എന്നൊക്കെ നിങ്ങളോട് തന്നെ പറയുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. പേജ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. ഇതിലും ഏസ് ഓഫ് ഫയറും പേജ് ഓഫ് ഫയറും വന്നിട്ടുണ്ട്. ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ സെൽഫായിട്ടൊരു മോട്ടിവേഷനൊക്കെ ഉണ്ടായി നിങ്ങൾ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാർക്ക് ഇന്ന് ഒരു പുതിയ ജോലിയുടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പം നിങ്ങൾ സെൽഫായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ നിങ്ങൾ ചേരുന്നതായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ചിലപ്പോൾ ചിരകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക്
ഇന്നത്തെ ദിവസം എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഇന്നത്തെ ദിവസം വരുമായിരിക്കാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. പിന്നെ കുറച്ച് പഴയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് ചിലപ്പം ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ചിലപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ചിന്തിക്കുമായിരിക്കും. ആ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നിട്ടുണ്ട് എന്നൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകുന്നൊരു എനർജി, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മനസ്സുകൊണ്ടൊന്ന് പോകുന്നൊരു എനർജി ആയിരിക്കാം. എന്തായാലും പാസ്റ്റുമായി ബന്ധപ്പെട്ട എന്തോ കുറേ ഓർമ്മകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും. അത് നല്ലതും ആകാം ചീത്തയാകാം. അതിൽ ചിലപ്പം നമ്മളെ വേദനിപ്പിക്കുന്നതും ആകാം. ടു ഓഫ് സോഡ്സും കിങ് ഓഫ് ഫയറും വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ കുറേ സാമ്പത്തിക നഷ്ടമൊക്കെ വന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്ത് ആ നഷ്ടം നികത്താമെന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഡ്രീമറാണ് ഒരു പുതിയ തുടക്കം. നമുക്കിതിൽ കുറേ ഏസും കുറേ പേജും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വളരെ ശരിക്കും മറ്റുള്ളവർ നിങ്ങളെ എപ്പോഴൊക്കെ മാറ്റി നിർത്തിയോ, അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു മാറി നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് സെൽഫായിട്ട് നിങ്ങൾ മതി എന്നൊരു തോന്നൽ. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങളെ പല സമയങ്ങളിലും നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കും. ആ ഒരു വേദന നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ഇനി അങ്ങനെ അവരുടെ പിറകെ പോകണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. നയൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ചില ആൾക്കാർ ദുസ്വപ്നമൊക്കെ കണ്ടൊന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. സ്വപ്നം കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫലിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ അല്ല. നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടും നമുക്ക് ദുസ്വപ്നങ്ങൾ കാണാം. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തകൾ, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നല്ല ബുക്സ് വായിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് കുറേയധികം കോൺഫിഡൻസ് കിട്ടും കേട്ടോ. നല്ല സ്പിരിച്വലായിട്ടുള്ള വീഡിയോസ് കാണുക. കാരണം നമ്മളുടെ സോളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇത് നിങ്ങളെന്തോ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ളൊരു സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങളങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല എന്ന് സ്വയം മനസ്സിലാക്കുക. ഡബിൾ കാർഡാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അപ്പോൾ എന്തോ ഒരു ഒന്നുകിൽ ചില വ്യക്തികളിൽ നിന്നുള്ളൊരു നെഗറ്റിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് വരാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മോശം ഇമോഷൻസ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിച്ച് നമ്മളുടെ ഒരു എനർജി ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും പുറത്തുള്ള നെഗറ്റീവ്സ് നമ്മളിലേക്ക് വരുന്നത്. എപ്പോഴും നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇടുന്നത് നല്ലതായിരിക്കും. നമ്മൾ ക്രിസ്റ്റൽസൊക്കെ ധരിക്കുന്നത് പ്രൊട്ടക്ഷന് നല്ലതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽസൊക്കെ ധരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ്, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് വരില്ല. ഒട്ടും വരില്ല എന്നല്ല, പക്ഷെ പെട്ടെന്നൊന്ന് അതിനൊന്ന് കുറച്ചൊന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും നമ്മൾ ക്രിസ്റ്റൽസൊക്കെ ധരിച്ച് കഴിയുമ്പോൾ. അപ്പോൾ കാരണം എന്തോ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. പുറത്തുനിന്നുള്ളൊരു നെഗറ്റീവ് അതുകൊണ്ടാണ് നിങ്ങൾ ആ സ്വപ്നം കണ്ടതെന്നുള്ളതാണ്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തോ കാര്യം ആലോചിച്ച് പാസ്റ്റിലെ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് സംഭവിച്ച എന്തോ ഒരു കാര്യം നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് കിടന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വപ്നം കണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ
ഒട്ടും തന്നെ പോസിറ്റീവ് ആയിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തുള്ള നെഗറ്റീവ്സൊക്കെ നമ്മളിലേക്ക് വരാം. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കൂടുതൽ പ്രാർത്ഥനകൾ വേണമെന്ന് പറയണത്. നമ്മളുടെ ഇമോഷൻസ് വളരെ ശരിക്കും നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ കരഞ്ഞും ഒരുപാട് ദുഃഖിച്ചുമൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട്. അത് വിശ്വസിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അത് സത്യമാണ്. നമ്മളുടെ ചുറ്റും ഈ പ്രപഞ്ചത്തിൽ പല തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓറയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്ലോക്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥന ഒരു ദിവസം ഒരു 1 hour രാവിലെയും വൈകുന്നേരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും പ്രാണായാമം ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ അതൊക്കെ കുറേ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. ഏസ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ നിങ്ങൾക്ക് എന്നെ ഇത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ള എനർജി നിങ്ങളുടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള മാത്രമാണ് കാര്യം. നിങ്ങളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അത്രയും ഒരു സ്ട്രെങ്ത് വരുത്തുക. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹീൽ ചെയ്ത് കളയുക. ഇത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. നമ്മളുടെ കാര്യം മാത്രം നമ്മൾ ഹീൽ ചെയ്യില്ല, മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അത് അവരെ ഹീൽ ചെയ്യിപ്പിക്കും. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഹീലറാണ്, പക്ഷെ നമ്മളുടെ ശക്തികളും നമ്മളുടെ കഴിവുകളൊന്നും നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കൂടി ഉപയോഗിക്കാനാണ് പറയുന്നത്. 2 of Pentaclesൻ്റെ എനർജിയാണ്. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനൊക്കെ ഒഴിവാക്കി വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് ഇന്നത്തെ ദിവസം പോകേണ്ടതാണ്. ഓവറോൾ നല്ലൊരു എനർജിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം കുറച്ച് നെഗറ്റീവ്സ് നമ്മളിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.